ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മളെന്നും വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറേ ടോപ്പിക്സും കൊണ്ടാണ് ഞാൻ വരാറ് അല്ലേ. അതുപോലെ തന്നെ ഇന്നും നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്കോട് കൂടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളൊരാളോട് ഒരു കമൻറ്റ് പറയുമ്പം അല്ലെങ്കിൽ നമ്മളൊരാളോട് ഒരു അഭിപ്രായം പറയുമ്പം എങ്ങനെ പറയണം? ഡെഫിനറ്റ്ലി ജെന്യുവൻ ആയിരിക്കണം. അതിലുപരി ആ പറയുന്ന വാക്കുകൾക്ക് എന്ത് വേണം? ഈ ചോക്ലേറ്റ് കോട്ടഡ്, ഷുഗർ കോട്ടഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പോസിറ്റിവിറ്റി കോട്ടഡ് ആയിരിക്കണം അല്ലേ. നമ്മൾക്കറിയില്ല കേൾക്കുന്ന ആൾ അത് എത്ര സീരിയസ് ആയിട്ട് എടുക്കും, എത്ര ആഴത്തിലത് അവരെ സ്പർശിക്കുമെന്നുള്ളത്. കാരണം നമ്മളോടുള്ള അടുപ്പം, അതിലുപരി നമ്മൾക്ക് ആ പറയുന്ന കാര്യത്തിൽ ഉള്ള ആധികാരികത, ഇതെല്ലാം ആ കേൾക്കുന്ന ആൾക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് വർദ്ധിക്കാനുള്ള സാധ്യതകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുമ്പോഴും ഒന്ന് ചിന്തിക്കണം, എങ്ങനെയാണ് അത് ഫ്രെയിം ചെയ്യേണ്ടത്. ചില ആളുകളുടെ ഒരു പ്രത്യേകതയാണ്, അവരെന്ത് പറഞ്ഞാലും ടു ദ പോയിൻ്റ് ആയിരിക്കും, വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കും, ആൻഡ് ഇറ്റ് ഡസൻ ഹേർട്ട്. ഒരാളെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ചില ആൾക്കാർ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഒക്കെ തോന്നാറുണ്ട് ഇതവർ ചുമ്മാ ഷോ ഓഫ് ആണോ എന്ന് വരെ തോന്നാറുണ്ടല്ലേ. പക്ഷെ അങ്ങനെയല്ല. പലപ്പോഴും അതൊരു ലൈഫ് സ്കില്ലാണ്, നമ്മൾ അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്കില്ലാണ് പോസിറ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ളത്. പോസിറ്റീവായിട്ടുള്ള വേർഡ്സിൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം, എത്ര കഷ്ടമുള്ള കാര്യം പറയാൻ പറ്റും. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ ആയിരിക്കണം ഏതൊരു കമൻറ്റും, ഏതൊരു അഭിപ്രായം പറയുന്നതാണെങ്കിലും. അതുപോലെ അത്ര കണ്ട് അടുപ്പമുള്ള ഒരാളോട് എന്ത് പറയുമ്പോഴും അത് മാറ്റാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം. അത് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, നമ്മളത് പറഞ്ഞിട്ടും അത് മാറ്റില്ല, അതല്ലെങ്കിൽ അത് വലിയ ഇമ്പാക്റ്റൊന്നും വന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് തോന്നാവുന്നൊരു ചെറിയ വിഷമമുണ്ട്. അതിൻ്റെ പുറകെ അവർ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അവർക്കുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വേണം ഒരു കമൻറ്റ് ചെയ്യാൻ. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം നമ്മൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അതിൽ നല്ല കമൻസും പൊട്ട കമൻസും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ആൻഡ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത്തരം ഒരു പൊട്ട കമൻറ്റ് ഇടുമ്പോൾ എങ്ങനെയായിരിക്കും അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് എന്നുള്ളത്? ഒരു കുളത്തിലേക്ക് കല്ലെടുത്തെറിയുന്ന പോലെ എന്ന് നമ്മൾ പറയാറില്ലേ, അത്ര തന്നെയാണ്. അത്രയും ഇമ്പാക്റ്റ് ഉണ്ട്. നമുക്കറിയില്ല എത്രയും ആഴത്തിൽ അത് ചെന്ന് പതിക്കുന്നത്. ചിലപ്പോൾ ചില ആൾക്കാരുടെ സ്വഭാവം മാറാൻ വരെ, അല്ലെങ്കിൽ ചില ആളുകളുടെ ശീലങ്ങൾ മാറാൻ വരെ ആ ഒരു കുഞ്ഞി കമൻറ്റ് റീസൺ ആവാറുണ്ട്. സോ ഇനി കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പോസിറ്റീവായിട്ട്, ഈ കാര്യം കൊള്ളില്ല എന്ന് പറയുന്നതിന് പകരം ഇതിങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നാവും എന്ന രീതിയിൽ കുറച്ചും കൂടി പോസിറ്റിവിറ്റി കോട്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ ശ്രമിക്കാം. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.